ഹായ് എവരിവൺ, C3 വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. നമ്മൾ കുറേ നാളായല്ലോ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ C3 കളക്ഷനിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു കഫ്താൻ പോലത്തെ ചെറിയൊരു ഷോർട്ട് ടോപ്പായിട്ട് ചെയ്യാമെന്നാണ് എൻ്റെ മനസ്സിലുള്ള ഐഡിയ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇത് ഒരു 1.25 മീറ്റർ തുണിയാണ്. അപ്പോൾ ഇതുപോലൊരു ക്രീപ്പിൻ്റെ തുണിയാണ് ഇത് വരുന്നത്. നല്ല ഭംഗിയിൽ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് പോകുന്ന ക്രോപ്പ് ടോപ്പ് അല്ലെങ്കിൽ കഫ്താൻ ഇതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു തുണി നമ്മൾ ഇതുപോലെ സ്ക്വയറിലുള്ള തുണീനെ നമ്മൾ രണ്ടായിട്ടാണ് മടക്കണത്. ഇതുപോലെയാണ് മടക്കി വയ്ക്കുന്നത് നേരെയായിട്ട്. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു നെക്ക് ഭാഗം നമുക്ക് ചെയ്യാം. കഫ്താൻ എപ്പോഴും നമ്മൾ തയ്ക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. അതായത് നിവർത്തി ഇട്ടിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പ് വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ കഫ്താൻ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ നെക്ക് പോർഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ തുണീനെ 4ആയിട്ട് ഇതുപോലെ മടക്കിയിട്ടു. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുപോലെ 4ആയിട്ട് നമ്മൾ ഇതിനെ മടക്കിയിട്ടു. ഇനി നമ്മൾ നെക്ക് പോർഷൻ ഇവിടെ ആദ്യം തന്നെ നെക്ക് പോർഷനാണ് ചെയ്യണത്. ഇതുപോലെ നെക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പ് എടുത്തിട്ട് അതിൻ്റെ ഒരു മെഷർമെൻറ്റിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് സൈസിലുള്ള അളവിലാണ്. നെക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ടേപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒരേ അളവാണ്. അപ്പോൾ ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 5.5 ഇഞ്ച് അതിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതുപോലെ 5.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ചെയ്യണത്. ഫ്രണ്ടും ബാക്കും ഒരേ അളവാണ്. ഇതിൽ നെക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് മുകളിൽ നിന്ന് താഴത്തേക്കുള്ള അളവ് എന്ന് പറഞ്ഞാൽ ഒരു 5.5 ഇഞ്ചാണ് എടുത്തത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങടേക്കുള്ള അളവ് ഒരു 2.5-3 അതിൻ്റെ ഒരു ഗ്യാപ്പിലായിട്ട് നിൽക്കണം. എന്നിട്ട് ഇതേ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തു. അപ്പോൾ ഇതേ കറക്റ്റ് യു ഷേപ്പിൽ വന്നിട്ടോ. നമുക്കിനി ഇതിനെ നിവർത്തിയിട്ട് നോക്കാം. ഇതുപോലെ നമ്മൾ 4ആയിട്ട് മടക്കിയതിനെ ഇതുപോലെ നമ്മൾ നിവർത്തിയിട്ടു. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് ഒരു യു ഷേപ്പിലാണ് കിട്ടിയത്. ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നെക്ക് പോർഷൻ ഇതുപോലെ നമ്മളിതിനെ ശരിക്കും നിവർത്തിയിടാം. എന്നിട്ട് നമുക്ക് ഈ ഒരു നെക്ക് പോർഷൻ പടി വെച്ചിട്ട് ചുറ്റും അടിക്കാം. നമ്മൾ നെക്ക് പോർഷൻ കട്ട് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഒരു രൂപം എങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഇവിടെയാണ് നെക്ക് പോർഷൻ കട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് നേരേക്കാക്കിയിട്ട് വെട്ടണം. ഇതിൻ്റെ 2 സൈഡും നേരക്കാക്കി വെട്ടണം. അതുപോലെ താഴെയും നേരക്കാക്കി വെട്ടണം. അല്ലെങ്കിൽ നമ്മൾ അടിച്ച് കഴിയുമ്പോൾ അത് പാടായിരിക്കും. എന്നിട്ട് നമുക്കിതിൻ്റെ 4 സൈഡും അടിച്ചു കൊടുക്കണം. ആദ്യം നെക്ക് പോർഷൻ അടിക്കണം, അതിനുശേഷം 4 സൈഡും ചെറുതായിട്ട് അടിച്ചു കൊടുക്കണം. ഏകദേശം ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു ലുക്കിലായിരിക്കും ഇത് വരുന്നത്. നമ്മൾ ഇതിന് മുൻപ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് അടിച്ചിട്ടതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് കാണേണ്ടവർക്ക് അതും കണ്ടു നോക്കാം. ഇതിലെന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി ലെങ്ത്തിലാണ് ഇത് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇത് വെട്ടാനായിട്ട് വെച്ചേക്കുവാണ്. നമുക്ക് ബാക്കി നോക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നേരെയായിട്ടൊന്ന് വെട്ടാണ്. ഇതിൻ്റെ അടിഭാഗമാണെങ്കിലും കുറച്ച് വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നേരെയാക്കി ഈ 2 സൈഡും വെട്ടിക്കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഇതിന് പടി അടിക്കാൻ പോവാണ്. നെക്ക് പോർഷനാണ് ആദ്യം അടിക്കുന്നത്. അതിന് ഇതുപോലത്തെ നമുക്ക് ഇതിൻ്റെ പീസ് തന്നെ തുണി കിട്ടും. അത് വെച്ചിട്ട് ഇതേ നമ്മൾ അടിക്കുകയാണ്. കുറച്ച് ഫാനിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എരമ്പൽ കേൾക്കുമായിരിക്കും കേട്ടോ. എന്നാലും ക്ലിയർ ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഈ നെക്ക് പോർഷൻ റൗണ്ടിൽ അടിച്ചു കൊടുക്കുകയാണേ. നമ്മൾ ഈ ടോപ്പിൻ്റെ നെക്ക് പോർഷൻ അടിച്ചതിന് ശേഷം ഇതിൻ്റെ 4 ഭാഗവും ഇതുപോലെ മടക്കി അടിക്കണം. അതിന് ശേഷമാണ് നമ്മൾ സെൻറ്ററിലുള്ള സ്റ്റിച്ചിങ് ചെയ്യണത്. അപ്പോൾ നമുക്കിതിൻ്റെ 4 ഭാഗവും സൈഡ് അടിച്ചെടുക്കാം. നമ്മളിതിൻ്റെ നെക്ക് പോർഷനും അതുപോലെ തന്നെ സൈഡ് 4 സൈഡും നമ്മൾ അടിച്ചു, അടിയിലും അടിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ഇതിൻ്റെ മീതെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ കൈക്കുഴിയുടെ അവിടെ തൊട്ട് ഇവിടം വരെ അടിക്കുക. അതാണ് കഫ്താൻ ടോപ്പ് വരുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് ഈ 2 കൈക്കുഴിയുടെ അവിടെയും നമ്മൾ അളവ് അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം. നമ്മളിതിൻ്റെ കൈക്കുഴിയുടെ അവിടെയായിട്ട് ഒരു അടയാളം വെച്ച് കൊടുത്തിട്ടാ ഒരു മാർക്കർ ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും അടയാളം പിടിച്ചാൽ മതി. ഞാനൊരു പേന ഉപയോഗിച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. നമുക്കിനി കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് അടിച്ചെടുക്കാം.
അപ്പോൾ നമ്മളുടെ ടോപ്പൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല രസമില്ല കാണാനായിട്ട്. ഒരു കഫ്താൻ ക്രോപ്പ് ടോപ്പാണ് നമ്മൾ ചെയ്തത്. കണ്ടോ, ഇതുപോലെ ഒരു വൈഡ് നെക്ക് വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ. നല്ല സിമ്പിളാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ഇത് ലാർജ് സൈസിൽ വന്നതാണ് കണ്ടോ. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ വീതി കുറച്ച് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കട്ട് ചെയ്തിട്ട്, ഇതിപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കണം. കണ്ടോ, ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മൂന്ന് കളർ ഷെയ്ഡ് ഇത് ഇനിയും ചെയ്യണുണ്ട്. നമ്മളിപ്പോൾ ചെയ്തേക്കണത് ഒരു ലാർജ് സൈസാണ്. ഇനി നമ്മൾ മീഡിയം, അതുപോലെ തന്നെ XL, XXL ഇത്രയും കൂടി ചെയ്യണം. അപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ പോലെ ഇട്ട് തന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമുക്ക് ഒപ്പീനിയൻ പറയണം കേട്ടോ. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ വന്നിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.